വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് 2024 ജൂണിൽ നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. മെയിൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 10K റുപ്പീസാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. Sum of first n terms of an arithmetic sequence is 5n square plus 2n. What is the 21st term of the sequence എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 102, ഓപ്ഷൻ ബി 107, ഓപ്ഷൻ സി 202, ഓപ്ഷൻ ഡി 207 എന്നുള്ളതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോബ്ലമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് മുഴുവനും പ്ലേലിസ്റ്റിൽ കേട്ടിട്ട് കാറ്റഗറി 3 PYQ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ കണ്ടെത്തേണ്ടത് 21st ടേം എന്നുള്ളത് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 21 ആണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 5n സ്ക്വയർ പ്ലസ് 2n ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം നമുക്കിവിടെ SN ഈസ് ഈക്വൽ ടു 5n സ്ക്വയർ പ്ലസ് 2n. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി ശരിക്കുള്ള ഫോർമുല എന്താണ്? SNൻ്റെ ജനറൽ ഫോർമുല SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു D എന്നുള്ളതാണ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഫോർമുല. മറ്റൊരു ഫോർമുലയുണ്ട്, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കിട്ടുകയാണെങ്കിൽ ഇത് ഫോർമുല വേറെയാണ്. ജനറലായിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക SN ഈക്വൽ ടു n/2 2a പ്ലസ് n-1 ഇൻറ്റു D. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ എന്തായിട്ട് മാറും? n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു D ഈസ് ഈക്വൽ ടു 5n സ്ക്വയർ പ്ലസ് 2n. ഈ 2 എന്നുള്ളത് ഇവിടെ താഴെ ഡിനോമിനേറ്ററാണ്, അതിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. n കൊണ്ട് ഇതിനെ മൊത്തം മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും? 2an പ്ലസ് n സ്ക്വയർ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ n സ്ക്വയർ d മൈനസ് n d ഈസ് ഈക്വൽ ടു 10n സ്ക്വയർ പ്ലസ് 4n എന്ന് നമുക്കിവിടെ തന്നെ നോട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ n സ്ക്വയർ d എടുത്ത് എഴുതുന്നു. പിന്നെ ഇവിടെ 2an, ഇവിടെ nd, അത് നമുക്ക് ഒരുമിച്ച് ക്ലബ് ചെയ്ത് എഴുതാം. അപ്പോൾ 2an മൈനസ് nd ഈസ് ഈക്വൽ ടു 10n സ്ക്വയർ പ്ലസ് 4n. ഓക്കെ, അപ്പോൾ എന്തായാലും മാറും? n സ്ക്വയർ d പ്ലസ്, ഇതിൽ കോമൺ ടേം എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? n ആണ് കോമൺ ടേം ആയിട്ട് വരുന്നത്. അപ്പോൾ 2a മൈനസ് d ഇൻറ്റു n ഈസ് ഈക്വൽ ടു 10n സ്ക്വയർ പ്ലസ് 4n എന്ന് നമുക്ക് എഴുതാം. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കാം. പിന്നെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണേ. d ഇൻറ്റു n സ്ക്വയർ പ്ലസ് 2a മൈനസ് dn ഈസ് ഈക്വൽ ടു 10n സ്ക്വയർ പ്ലസ് 4n. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. അപ്പോൾ ഇവിടുത്തെ n സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10. ഇവിടുത്തെ n സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? d ആണ്. സോ എനിക്ക് എന്ത് പറയാൻ പറ്റും? d ഈക്വൽ ടു 10 എന്ന് പറയാം. ഇനി ഇത് n, ഇവിടുത്തെ n-ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 4 ആണ്. ഇവിടുത്തെ n-ൻ്റെ കോഎഫിഷ്യൻ്റ് 2a മൈനസ് d ആണ്. സോ 2a മൈനസ് d ഈസ് ഈക്വൽ ടു 4 എന്ന് പറയാം. പക്ഷേ ഡിയുടെ വാല്യൂ 10 ആണ് അല്ലേ. അപ്പോൾ 2a മൈനസ് 10 ഈക്വൽ ടു 4. അപ്പോൾ 2a ഈക്വൽ ടു 4 പ്ലസ് 10 ഈക്വൽ ടു 14 എന്ന് എനിക്കിവിടെ പറയാനായിട്ട് പറ്റും. സോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ a ഈക്വൽ ടു ഇപ്പോൾ എന്ത് വരും? 14. ഈ 2 താഴേക്ക് കൊണ്ടുപോവാണ്, 2 ഈക്വൽ ടു 7. അപ്പോൾ എയുടെ വാല്യൂ 7 ആണ്, ഡിയുടെ വാല്യൂ 10 ആണ് എന്നുള്ളതും നമുക്കിപ്പോൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ. സോ ഇനി നമുക്കിവിടെ കണ്ടെത്തേണ്ടത് nth ടേമിൻ്റെ വാല്യൂ ആണ്, 21st ടേമിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്.
അപ്പോൾ അതിൻ്റെ ഫോർമുല എന്താണ്? എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ടി. എയുടെ വാല്യൂ 7 ആണ്, എന്നിൻ്റെ വാല്യൂ 21, ദെൻ -1 ഇൻറ്റു 21 - 1. ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അപ്പോൾ ഇവിടെ 7 പ്ലസ് 21 മൈനസ് 1 20 ഇൻറ്റു 10. 20 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 200. 200 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 207 എന്ന് പറയുന്ന ആൻസർ. ഓക്കെ, സോ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ഇവിടെ എടുക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി ഈസ് ഈക്വൽ ടു 207 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.